ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ കുഷ്ക തിന്നാൻ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു കുഷ്ക. അപ്പം നാട്ടിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് കുഷ്ക തിന്നാനായിട്ട്. അപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഇപ്പം കുഷ്ക ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. കുഷ്കയും കബാബും ഇതിനു മുന്നേ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക്. അപ്പം ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് കുഷ്ക ഉണ്ടാക്കാം. ആകുമോയെന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നമുക്ക് കുഷ്ക ഉണ്ടാക്കുന്നത് കിടക്കാം. ഞാൻ 2-3 വീഡിയോ ഒക്കെ യൂട്യൂബിൽ നോക്കി കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ ശരിയാകുമോയെന്നൊന്നും അറിയത്തില്ല. ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പേ. കുഷ്ക ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുഷ്ക എന്ന് പറയുമ്പം ബിരിയാണിയൊക്കെ പോലെ തന്നെ ഇരിക്കും. എന്നാലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് കിട്ടുമോയെന്നൊന്നും അറിയത്തൊന്നും ഇല്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലാണ് കുഷ്ക ഉണ്ടാക്കാൻ പറ്റിയ പാത്രമില്ല. നമ്മളതുകൊണ്ട് അപ്പച്ചമ്പിലാണ് ഉണ്ടാക്കുന്നത്. കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും. ബിരിയാണി വെക്കുന്ന പാത്രമുണ്ട്, പക്ഷെ വലുതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം കുഞ്ഞു പാത്രം നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ അപ്പച്ചമ്പിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ കുഷ്കയ്ക്ക് വേണ്ട സാധനമൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം നമ്മൾ ഈ അപ്പച്ചമ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം കാണും, വെട്ടം കുറച്ച് കുറവ്. അത് കാരണം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ അപ്പച്ചമ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തെറിക്കുന്നു. കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാവേ. ഒരു 2 സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ടയൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കാം. സവാള വാടാനായിട്ട് നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വാടി കിട്ടുമെന്നല്ലോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ വാട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കാത്ത വെച്ചേക്കുന്ന മഞ്ഞപ്പൊടിയും മുളക് പൊടി, മഞ്ഞപ്പൊടി ആവശ്യത്തിനും, മുളക് പൊടി ഒരു 2 സ്പൂണും, ഗരം മസാല കുറച്ച്. ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പൊടികളൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നപ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല ഉടഞ്ഞ് വരണം. തക്കാളിയൊക്കെ നമുക്ക് നല്ലപോലെ ഉടഞ്ഞ് വിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ആ തൈരൊക്കെ ഇട്ട് നമ്മളിവിടെ നല്ലപോലെ മസാല ഒന്ന് ഇച്ചിരി നേരം ഇരിക്കട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ അപ്പം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിനി വെട്ടി തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പ് അത്യാവശ്യം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് അത്യാവശ്യം വേണ്ടത്രയും. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ ഇതുണ്ടാക്കുന്നതിന് മുന്നേ കഴുകി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് നേരം. ഇത് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. തീ ഒത്തിരി കൂട്ടണ്ട. നമ്മൾ കുറച്ചാണ് തീ ഇട്ടേക്കുന്നത്. ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കുക്കാവട്ടെ.
അപ്പോൾ നമ്മുടെ കബാബിന് വേണ്ടി ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഞാനിവിടെ എൻ്റെ ഒരു കണക്കിനാണ് എല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടികൾ കൂട്ടി കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു 3 സ്പൂൺ മൈദയോ ഒരു 3 സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൈദ മാത്രം ആഡ് ചെയ്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പൊടിയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ചിക്കനൊക്കെ നമ്മളപ്പോൾ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കബാബ് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുഷ്ക ഇവിടെ ഇങ്ങനെ ആയിക്കിട്ടിട്ടുണ്ട്. അപ്പുറത്തടുത്ത് നമ്മുടെ കബാബ് ഉഷാറായിട്ട് കിടന്ന് വേവുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ കുഷ്ക ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഇനി മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ കബാബും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഷ്കയും കബാബും ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, നിലയ്ക്കാണെങ്കിൽ കബാബ് കഴിച്ചിട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കുഷ്ക എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇവിടെ അപ്പച്ചിക്കും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഷ്ക വീഡിയോ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.